പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. മടിവ് കൊണ്ട് മേൽപ്പൂര വീണുപോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു. മടിയെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം. അലസനായിരിക്കരുത്, ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഉത്സാഹിയുടെ കൈ സമ്പത്തുണ്ടാക്കുന്നു, മടിയ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക. ഞാൻ മടിയൻ്റെ നിലത്തിൻ്റെ അരികിൽ കൂടെ പോയി, അവൻ്റെ വയലിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ തോട്ടത്തിൻ്റെ വേലികൾ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ മടിയെക്കുറിച്ച്, മടി കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് എത്ര വചനങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. ക്രേത്യരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവർ അസത്യവാദികളും മടിയന്മാരുമാണ്. മടി എന്ന് പറയുന്നത്, അലസത എന്ന് പറയുന്നത് വളരെ നശീകരണ ശക്തിയുള്ള ഒരു സ്വഭാവമാണ്, നാം ജയിക്കേണ്ട ഒരു സ്വഭാവമാണ് എന്ന് ഈ വേദപുസ്തക വചനങ്ങൾ എല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമക്കൾ ഉത്സാഹികളായിരിക്കണം. ഉത്സാഹികൾക്ക് മാത്രമേ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും ഉയർച്ച ഉണ്ടാക്കുകയുള്ളൂ. ആത്മീക ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സ്വഭാവമാണ്, ഘടകമാണ് ഉത്സാഹമെന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് പോകുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം വായിക്കുവാനൊക്കെ ഉത്സാഹമുണ്ടെങ്കിൽ മാത്രമേ ആത്മീകമായിട്ട് നാം വളരത്തുള്ളൂ. പലപ്പോഴും പലരും ആത്മീക വളർച്ചയ്ക്ക് ദൈവം സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അറിയിക്കാറുണ്ട്. അവരോടൊക്കെ പറവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആത്മീക വർധനയ്ക്ക് സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഉത്സാഹികളായിരിക്കുക. ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയമില്ല, തിരക്കാണ് എന്ന ഉപശാന്തി പറയുമ്പോൾ അത് മടിയുടെ ഒരു ലക്ഷണമാണെന്ന് മനസ്സിലാക്കി ഉത്സാഹത്തോടുകൂടെ ഇല്ലാത്ത സമയം കണ്ടെത്തി, ഇല്ലാത്ത സാഹചര്യങ്ങളെ ഒരുക്കി നമ്മൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഉത്സാഹി ആത്മീക സമ്പത്തുണ്ടാക്കും. ഉത്സാഹിയുടെ വയലിൻ്റെ ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു പോകുകയില്ല. പൊളിഞ്ഞാൽ തന്നെ വേഗത്തിൽ അതിൻ്റെ മരാമത്ത് അവൻ നടത്തും, അതിനെ അവൻ റിപ്പയർ ചെയ്യും. വേലി അങ്ങനെ പൊളിഞ്ഞു കിടക്കുവാൻ അവൻ അനുവദിക്കത്തില്ല. അവൻ പ്രാർത്ഥനയിലൂടെ ഉറുമ്പിനെ പോലെ ആപത്ത് കാലത്തേക്ക് അവൻ സ്വരുക്കൂട്ടി വെക്കുന്ന വ്യക്തിയായി തീരും. ഇപ്പോൾ നാം വായിച്ച വചനത്തിലെ പോലെ തന്നെ അവൻ്റെ മേൽക്കൂര വീണുപോകുകയില്ല. അവൻ്റെ കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുകയില്ല. മേൽക്കൂര വീണു പോകുക, വീട് ചോരുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, മടിയൻ അവൻ്റെ വീടിൻ്റെ മേൽക്കൂരയ്ക്കുണ്ടാകുന്ന തകർച്ചകൾ, അതിനുണ്ടാകുന്ന കേടുകളെ അവൻ റിപ്പയർ ചെയ്യുകയില്ല. അല്പമല്പമായി അടർന്നു വീഴുമ്പോൾ അവനത് കണ്ടുകൊണ്ടിരിക്കും. ആരെ? മടിയൻ. കുറേ കഴിയുമ്പോൾ മേൽക്കൂര ചോരുവാൻ തുടങ്ങും. ജീവിതത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂര ഇടയ്ക്കിടയ്ക്കൊക്കെ പണിയേണ്ടത്, പുതുക്കി പണിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ചോർച്ചയുള്ള വീട്ടിൽ കഴിയേണ്ടി വരുമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉത്സാഹമുള്ളവരായിരിക്കുക. ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരുപോലെ ഉത്സാഹമുള്ളവരായിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.